കഴിഞ്ഞ ദിവസം ഒരു മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞത് തൻ്റെ 7 വർഷത്തെ ഭരണകാലത്ത് ഒരു കലാപം പോലും ഈ സംസ്ഥാനത്ത് നടന്നിട്ടില്ല എന്ന്. ഇതെങ്ങനെ സാധ്യമായി എന്ന് ഏവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം ഉത്തർപ്രദേശ് പോലെ ഏറ്റവും വലിയൊരു സംസ്ഥാനം, 75 ജില്ലകളിലായി 25 കോടി ജനം വസിക്കുന്ന ഒരു സംസ്ഥാനം, ഗുണ്ടകൾക്ക് കുപ്രസിദ്ധമായ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു കലാപം പോലും ഇല്ലാതെ 7 വർഷക്കാലം ഭരണം നടത്താൻ കഴിയുന്നത് എന്നൊരു ചോദ്യം വരുമ്പോൾ അതിനൊരു ഉത്തരം മുൻപ് ഞങ്ങൾ തന്നെ നൽകിയിരുന്നൊരു വാർത്ത, ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കലാപങ്ങളെ ഇല്ലാതാക്കുന്നത്? നമുക്കറിയാം, ഈ 75 ജില്ലകളിലായി 25 കോടി ജനം വസിക്കുന്ന സ്ഥലം, മിക്കവാറുമൊക്കെ കലാപം നടക്കുന്ന മുസാഫർ അടക്കമുള്ള ഇടങ്ങളുള്ള സംസ്ഥാനം. അവിടെ എങ്ങനെ ഈ കലാപം ഇല്ലാതാക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന തന്ത്രമാണ് യോഗി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ അവിടങ്ങളിലുള്ള ആഘോഷങ്ങൾ, അത് മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും ഒക്കെ ഘോഷയാത്രകൾ പതിവാണ്. ഈ ഘോഷയാത്രകൾ പലപ്പോഴും കടന്നു പോകുന്നത് വിവിധ ആരാധനാലയങ്ങൾക്ക് മുൻപിലൂടെയാണ്. ഈ ആരാധനാലയങ്ങൾക്ക് മുൻപിലൂടെ കടന്നു പോകുന്ന ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറാണ് പലപ്പോഴും കലാപമായി മാറുന്നത്. ആ കല്ലേർ എങ്ങനെ നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പോലീസുകാരെ അവിടെ വിന്യസിക്കാനുള്ള പോലീസ് സേനാ സംവിധാനം ഉത്തർപ്രദേശിൽ നിന്നല്ല ഒരു സംസ്ഥാനത്തും ഉണ്ടായില്ല. നമുക്കറിയാം ഒരു സംസ്ഥാനത്തെ പോലീസ് സേനാ അംഗങ്ങളുടെ എണ്ണം. പക്ഷേ ഇവിടെ യോഗി ചെയ്തത്, ഒരു ആഘോഷം നടക്കുമ്പോൾ അവിടെ ഇരു വിഭാഗത്തിലെയും നേതാക്കളെ വിളിച്ചു വരുത്തുകയും അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെ വാങ്ങുകയും ഫോട്ടോ ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തതിനു ശേഷം അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇതിൽ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകും, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകും, ഒപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ജില്ലാ മജിസ്ട്രേറ്റിനുമായിരിക്കും. ഇവരുടെ കയ്യിൽ നിന്ന് രേഖകൾ വാങ്ങിയ ശേഷം യോഗി പറയുന്നൊരു കാര്യമുണ്ട്: ഇവിടെ ഒരു സംഘർഷമുണ്ടായാൽ നിങ്ങളായിരിക്കും ആദ്യ പ്രതി, നിങ്ങളുടെ വസ്തുവകകൾ കണ്ടുകെട്ടും. ഇതിനെ തുടർന്ന് ഈ വരുന്ന യാത്രകൾക്ക്, ഈ ഘോഷയാത്രകൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട കടമ ഒരുപക്ഷെ നാളെ കലാപകാരികളായി മാറേണ്ടവർക്ക് തന്നെയായി മാറുന്നു. അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നു. അതായത് ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒരു മുസ്ലിം ഘോഷയാത്ര കടന്നു വരുമ്പോൾ ആ മുസ്ലിം ഘോഷയാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത് ആ ക്ഷേത്ര ഭാരവാഹികളും ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തകരുമാണ്. ഒപ്പം തന്നെ മുസ്ലിം ദേവാലയങ്ങൾക്ക് മുമ്പിൽ കൂടെ കടന്നു പോകുന്ന ഹൈന്ദവ ഘോഷയാത്രയ്ക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് ആ വരുന്ന മുസ്ലിം പള്ളിയിലെ പുരോഹിതന്മാർക്കും ഇല്ലെങ്കിൽ ആ കമ്മിറ്റിക്കാർക്കുമാകുന്നു. അത് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. അതായത് ഒരു പോലീസിനെ പോലും വിന്യസിക്കാതെ, ഒരു പോലീസുകാരനെ പോലും ഡ്യൂട്ടിക്കിടാതെ മോദി കലാപത്തെ നിയന്ത്രിക്കുന്നതും ഒതുക്കുന്നതും നേരെ ചൊവ്വെ നടത്തുന്നതും സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നതും ഇങ്ങനെയൊക്കെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.